വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് ഹജ്ജിലെ 18ാമത്തെ വചനം. أعوذ بالله من الشيطان الرجيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء ഈ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ സൃഷ്ടികളായ പ്രപഞ്ചത്തിലെ വലിയ സൃഷ്ടികളായ ഒരുപാട് സൃഷ്ടികളെ എടുത്തു പറയുന്നു. എന്നിട്ട് അവയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നു. അവയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്ക് വിധേയമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് നമ്മെ അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് വ്യത്യസ്തമായ വിഭാഗങ്ങളെ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഹൂദികളെയും നസാറാക്കളെയും തുടങ്ങി വ്യത്യസ്തമായ വിഭാഗങ്ങളെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, ബഹുദൈവ ആരാധനകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവരൊക്കെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരാധനകൾ ചെയ്യുന്നു. എന്നാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള വലിയ പ്രപഞ്ച സത്യങ്ങൾ, സൂര്യനും ചന്ദ്രനും തുടങ്ങി പർവ്വതങ്ങളും നക്ഷത്രങ്ങളും തുടങ്ങി വ്യത്യസ്തമായ കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഉറപ്പിച്ചു പറയാം. അലം തറ, പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്, നിശ്ചയമായും അല്ലാഹുവിനെ യസ്ജുദു ലഹു, അവന് സുജൂദ് ചെയ്യുന്നുണ്ട്, മൻ ഫിസ് സമാവാതി, ആകാശത്തുള്ളവർ, വ മൻ ഫിൽ അർദി, ഭൂമിയിലുള്ളത്, വശംസു, സൂര്യൻ, വൽ ഖമറു, ചന്ദ്രൻ, വൻ നുജൂമു, നക്ഷത്രങ്ങൾ, വൽ ജിബാലു, പർവ്വതങ്ങൾ, വശജറു, മരങ്ങൾ, വദ്ദവാബു, ജന്തുക്കൾ, വകസീറു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗം. ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ ഈ വലിയ പ്രപഞ്ച സത്യങ്ങൾ, അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, ഇതൊക്കെ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സുജൂദ് ചെയ്യുന്നത് അവർ കൽപ്പിക്കപ്പെട്ട ആ ഒരു കാര്യം കൊണ്ടാണ്. അല്ലാഹു അവർക്ക് കൽപ്പന നൽകിയിട്ടുണ്ട് സുജൂദ് എടുക്കാൻ, ആരാധിക്കാൻ. അവർക്ക് തെരഞ്ഞെടുക്കാൻ വേറെ ചോയ്സ് ഇല്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചോയ്സ് ഉണ്ട്, തെരഞ്ഞെടുക്കാം. ഇബാദത്ത് എടുക്കുന്ന വഴിയുമുണ്ട്, മറ്റൊന്ന് ദലാലത്തിന്റെ വഴിയുമുണ്ട്. അവൻ ഏതും സ്വീകരിക്കാം. രണ്ടിനും അവസരം ഈ ദുനിയാവിലുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്മാർ തെറ്റിപ്പോയത്. രണ്ട് മാർഗവും സ്വീകരിക്കാൻ ഇവിടെ അവസരമുണ്ട്. എന്നാൽ പർവ്വതങ്ങൾക്കോ സൂര്യനോ ചന്ദ്രനോ ഒന്നും ആ ഒരു അവസരമില്ല. അതിനുശേഷം പറഞ്ഞു കസീറു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, മനുഷ്യരുടെ കൂട്ടത്തിൽ വേറെ വിഭാഗമുണ്ട്, അവരും ധാരാളമുണ്ട്. കസീറുൻ, ധാരാളമുണ്ട്. ഹഖ്ഖ അലൈഹിൽ അദാബ്, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ സ്ഥാപിതമായിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് സ്ഥിരപ്പെട്ടു? അവർ അല്ലാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചില്ല, ആരാധിക്കേണ്ട പുറപ്രകാരം ആരാധിച്ചില്ല. അതുപോലെ തന്നെ പങ്കു ചേർത്തവരാണ്, ബിദഅത്തിന്റെ കക്ഷികളായി മാറിയവരാണ്, ഈ ശരിയായ ദീനിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ, അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗം, വലിയൊരു വിഭാഗവും ഉണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം, വലിയൊരു വിഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ ഇബാദത്ത് എടുക്കുന്ന വലിയ വിഭാഗം വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ രണ്ട് വിഭാഗം ഉണ്ടാകും. അല്ലാഹുവിനെ ആരാധിക്കുന്നവരുണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും. അവരൊക്കെ ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടാകും. അത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമയ്യുനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു നിന്ദിച്ച ആളുകൾക്ക് ഫമാ ലഹു മിൻ മുക്രിം, അവനെ ആദരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിന്ദ്യത ലഭിച്ചാൽ അതെവിടെ നിന്നാണ് അത്യധികമായി ലഭിക്കുക? ദുനിയാവിൽ നിന്ന് ഒരു പക്ഷേ ലഭിച്ചേക്കാം. എന്നിരുന്നാലും ആഖിറത്തിൽ നിന്ന് അല്ലാഹുവിന്റെ നിന്ദ്യത ലഭിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും പിന്നെ അവനെ ആദരിക്കാൻ കഴിയില്ല. അവിടെ പൂർണ്ണമായും അല്ലാഹുവിന്റെ കയ്യിലാണ് എല്ലാ അധികാരവും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും കൈവിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്കും അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ അതാർക്കാണ് ലഭിക്കുക? അത് ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ ജീവിക്കാത്ത, ഇബാദത്തുകൾ എടുക്കാത്ത, അല്ലാഹുവിൽ പങ്കുചേർത്ത അത്തരം ആളുകൾക്കാണ്
അത് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശംസായാലും സൂര്യനായാലും ചന്ദ്രനായാലും നക്ഷത്രങ്ങളായാലും ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ആരാധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നും ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ആരാധ്യ വസ്തുക്കളായി നിലനിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനുഷ്യരെ ഇതൊക്കെ അല്ലാഹുവിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനെ ആരാധിക്കല്ലേ, അതിനെ ആരാധിച്ചൊരു കാര്യവുമില്ല, മറിച്ച് ആരാധിക്കേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ഒരുപാട് ടീമുണ്ട്. യഹൂദികളും നസാറാക്കളും സാഹിബാക്കളും ഒക്കെ തുടങ്ങി വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. സൂര്യനെ ആരാധിച്ചവരതിലുണ്ട്, അതുപോലെ തന്നെ സൃഷ്ടികൾ ആരാധിച്ചവരതിലുണ്ട്, അള്ളാഹുവിൽ പങ്കുചേർത്ത വിഭാഗമുണ്ട്. ആ ആളുകളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, ഇതാ സൂര്യനും ചന്ദ്രനുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ അത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുക. അതല്ലാത്ത ഒരു മാർഗം നിങ്ങൾക്കില്ല. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിന്ദ്യതയായിരിക്കും വരിക. ആ നിന്ദ്യത നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരികയില്ല. ഈ ദുനിയാവിൽ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലും നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇന്നല്ലാഹ യഫ്അലു മാ യശാഉ, നിശ്ചയമായും അല്ലാഹു യഫ്അലു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവരാകുന്നു എന്നാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അവന്റെ പ്രവർത്തനത്തെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ അതിനെ സുജൂദ് ചെയ്യല്ലേ എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. അതിന്റെ ആരാധനകളെ തടഞ്ഞു നിർത്താൻ നമുക്കാർക്കും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലെ പർവ്വതങ്ങൾ പൊട്ടിപ്പോന്നാൽ അതൊക്കെ നമ്മുടെ തലയിലേക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സൂര്യൻ തിളങ്ങി നിൽക്കുന്ന സൂര്യൻ എങ്ങാനും ഈ ഭൂമിയിലേക്ക് വന്നിടിച്ചാൽ നമുക്കതിനെ തടുക്കാൻ കഴിയില്ല. അതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അള്ളാഹു നടത്തുന്ന പല കാര്യങ്ങളും ഒരിക്കലും നമുക്കതിൽ കൈകടത്താൻ കഴിയുകയില്ല. കാരണം നമ്മൾ സൃഷ്ടികളാണ്, അള്ളാഹുവാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിനോളം വലുതാകാൻ നമ്മൾ എത്ര വലിയ സാങ്കേതിക വിദ്യ പഠിച്ചാലും നമുക്ക് കഴിയില്ല. എത്ര വലിയ സാങ്കേതിക വിദ്യകൾ ഉണ്ട് എങ്കിലും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ എല്ലാം അതിനു മുമ്പിൽ അടിയറവെക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയവർ ഈ ഭൂലോകത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വലിയ സുഖങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വലുതായി കാണുന്നുവോ അതിനൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തെ തന്നെ നടുക്കിയ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവിയെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച പരീക്ഷണങ്ങൾ നമുക്കറിയാം. വൈറസ് കൊണ്ടും മറ്റുമായൊക്കെ പരീക്ഷിച്ച പരീക്ഷണങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ വന്നാൽ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ, അതിനെ തടുക്കാൻ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടക്കാൻ നമുക്ക് കഴിയുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. ആ നിലക്ക് മനസ്സിലാക്കിയാൽ വലിയ സമാധാനമായിരിക്കും വിശ്വാസികൾക്ക് ഉണ്ടാവുക. അത് വിശ്വാസിയുടെ വിശ്വാസവുമാണ്. ഈ ലോകത്ത് എന്ത് നടക്കുന്നുവോ, എനിക്കൊരു പ്രയാസം വന്നിട്ടുണ്ട് എങ്കിൽ, ഈ ലോകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ നടക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഖൈർ നമുക്കുണ്ടാകും, നമ്മൾ ക്ഷമിക്കുക. ഒരു രോഗം നമുക്ക് വന്നിട്ടുണ്ടോ, ആ രോഗത്തിന് നമ്മൾ ക്ഷമിക്കുക. കൃത്യമായി അതിന് അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം ഉണ്ട്, ആ ഉദ്ദേശം നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരിക്കും നമുക്കതിലൊക്കെ ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഖദറിൽ വലിയ പ്രതീക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. നാളെ ആഖിറത്തിൽ വലിയ പ്രതീക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. നേരെ മറിച്ച് അതിലൊന്നും വിശ്വാസമില്ലാത്തവൻ, അതിലൊന്നും ഒരു പ്രതീക്ഷയും ഇല്ലാത്തവൻ ചെറിയൊരു കാര്യം വന്നാൽ പോലും വലിയ പ്രയാസമായിരിക്കും. ചെറിയൊരു ഇടിവ് വരുമ്പോഴേക്കും വലിയ പ്രയാസമായിരിക്കും. ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇനി മറ്റൊരു ആഖിറം അവന്റെ വിശ്വാസത്തിലില്ല, മറ്റൊരു ജീവിതം അവന്റെ വിശ്വാസത്തിലില്ല, ഒരു സ്വർഗമില്ല, ഒരു നരകമില്ല. എങ്ങനെയാണ് അവന് പിന്നെ സമാധാനം ഉണ്ടാവുക? എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ കൃത്യമായി വിശ്വസിച്ചാൽ ഈ ലോകത്ത് കിട്ടാതെ കൃത്യമായി അവിടെ തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാവർക്കും നീതി ലഭിക്കും, എല്ലാവർക്കും നീതി ലഭിക്കും. അത് കൃത്യമായി അള്ളാഹു നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അവർ നടപ്പിലാക്കുക. അത് സൂര്യന്റെ വിഷയത്തിലായാലും ചന്ദ്രന്റെ വിഷയത്തിലായാലും
ആളുടെ വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നതാണ് നടപ്പിലാവുക. അതല്ലാതെ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെല്ലാം മനുഷ്യൻ പ്രവർത്തിച്ചതുകൊണ്ടെല്ലാം ആ നിലക്കല്ല കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്രയും വലിയ സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അതൊക്കെ അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ചെറിയ സൃഷ്ടിയായ വളരെ ചെറിയ സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏറ്റവും വലിയ സൃഷ്ടികൾ അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ, ആ അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്വണങ്ങാൻ നമുക്ക് എന്താണ് പ്രയാസമുള്ളത്? അതുകൊണ്ട് തന്നെ ആ നിലക്ക് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തുൽ കുർആൻ. أعوذ بالله من الشيطان الرجيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء هذا الله صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.